അരമന വീട് 500 ഏക്കറും എന്ന് പറയുന്ന സിനിമ അനിൽ ബാബു എന്ന സംവിധായകന്റെ സിനിമയാണ്. ആ ഒരു സിനിമയും ശോഭന, പിന്നെ ഹരിശ്രീ അശോകൻ, നല്ല രസമുള്ള ഒരു സിനിമയാണ്. അത് ഈ പറഞ്ഞ എന്താ പറയാ, വേറെ ഒരു ഒരു തമിഴ് സ്റ്റൈല്, കുറച്ചുകൂടി ഒരു പാറ്റേൺ ഉള്ള സിനിമ. നമ്മുടെ രാജസേനന്റെ റഫി മെക്കാട്ടിൻ പാറ്റേണിലുള്ള ഒരു സിനിമയല്ല അത്. വിനു കിരിയത്ത്, രാജൻ കിരിയത്ത്, ആ റൈറ്റേഴ്സിന്റെ ഒരു സിനിമയാണ്. അനിൽ ബാബു അതുപോലെ ജഗദീഷ്, സിദ്ദിഖ്, ഇങ്ങനെയുള്ള നടന്മാരെ വെച്ച് അത് കുറച്ചും കൂടി ഒരു സ്റ്റാർ ലീഗിലുള്ള ഒരു മമ്മൂട്ടി, മോഹൻലാൽ, അതിന്റെ ഒപ്പമായിരുന്നല്ലോ ഏകദേശം ജയറാമും സുരേഷ് ഗോപിയൊക്കെ. അന്ന് അവരെയൊക്കെ വെച്ച് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമാണ്. അങ്ങനെയാണ് ജയറാമിനെ വെച്ചിട്ട് ഈ പടമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിനെ വെച്ചിട്ട് ഒന്ന് രഥോത്സവം ഒക്കെ ചെയ്തിട്ടുണ്ട് അനിൽ ബാബു. എന്തായാലും അനിൽ ബാബു ജയറാം കോമ്പോ പിന്നീട് പട്ടാഭിഷേകം പോലത്തെ വലിയ ഹിറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അരമന വീട് 500 ഏക്കറും അന്ന് ഒരു മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ. അന്ന് ആ സിനിമ ഒക്കെ തിയേറ്ററിൽ കണ്ടിട്ട് ഒരു രാജസേനൻ സിനിമയെ കാണുമ്പോൾ അത് രാജസേന ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നു എന്നൊരു ഒപ്പീനിയൻ അന്ന് പലരും പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എങ്കിലും അതൊരു ഹിറ്റായിട്ടുള്ള സിനിമയായിരുന്നു. ഏറ്റവും കൂടുതൽ സിനിമ ഗുണം ചെയ്തിട്ടുള്ളത് ഹരിശ്രീ അശോകനാണ്. ഹരിശ്രീ അശോകനെ ശരിക്കും തുടക്കക്കാരനെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു പഞ്ചാബി ഹൗസ് ഒക്കെ ആയിട്ടാണോ ഹരിശ്രീ അശോകനും ഒരു സ്റ്റാർ ആയി മാറിയത്. ഹരിശ്രീ അശോകന് ഒരു തുറക്കാവുന്ന രീതിയിൽ നല്ല ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു അതിൽ കിട്ടിയത്. അങ്ങനെ ആ ഒരു സിനിമയും എനിക്ക് അതൊരു ഓണത്തിന് മുമ്പാണോ, എനിക്ക് കൃത്യമായിട്ട് ഡേറ്റ് ഓർമ്മയില്ല. എന്തായാലും അത് തിയേറ്ററിൽ കണ്ടതൊക്കെ ഓർമ്മയുണ്ട്.